ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ വേഗത്തിൽ വളരെ പെട്ടെന്ന് ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, ഇവിടെ പല കാര്യങ്ങളും വെയിറ്റിംഗ് എനർജിയാണ് നിങ്ങളുടെ ഇപ്പോൾ കാണിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ നടക്കാനും ജീവിതത്തിൽ ഇത്രയും നാൾ നിങ്ങൾ അലട്ടിയിരുന്ന പല പ്രശ്നങ്ങളും നിങ്ങളിൽ നിന്ന് ഒന്ന് മാറാൻ വേണ്ടിയും വെയിറ്റിംഗ്. അതായത് പെട്ടെന്ന് ഈ മാനം കറുത്ത് ഈ ഇരുണ്ടുകൂടി ഇടിവെട്ടും മഴയും പെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു കാലാവസ്ഥയില് മാനം തെളിഞ്ഞു നിൽക്കുന്ന ഒരു കാലാവസ്ഥ, അതുപോലെ വെയിറ്റിംഗ്. അതുപോലെ ജീവിതം ഒന്ന് തെളിയാൻ, ഒന്ന് പച്ചപിടിക്കാൻ, അത് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും സാമ്പത്തിക കാര്യത്തിലാണെങ്കിലും എന്തൊക്കെയോ നടത്താൻ വേണ്ടിയും. കാരണം നിങ്ങൾക്ക് എന്തൊക്കെയോ നടന്നു കിട്ടണം. നിങ്ങളുടെ കുടുംബത്തിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം കാര്യത്തിലായിരിക്കാം. എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജി. പഴയതൊന്നും ഇനി ജീവിതത്തിൽ ആവർത്തിക്കരുതെന്ന് മനസ്സുരുകി നിൽക്കുന്ന എനർജി. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ, അല്ല ഇനിയിപ്പോൾ സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇപ്പോഴും എന്താണോ ഉള്ളത് അതിൽ കൂടുതൽ, അതിനേക്കാൾ കുറച്ചും കൂടി ഉയരത്തിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പരിപാടികൾ ഇപ്പൊ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും സ്ഥലങ്ങളിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാനുള്ളവരോ, അല്ലെങ്കിൽ ഏതെങ്കിലും ജോലി സംബന്ധമായിട്ട് ഇപ്പൊ ഇഷ്ടമില്ലാത്ത ജോലി ചെയ്ത് നിൽക്കുന്നവര് പുറമേയുള്ള പരിപാടികളിലോട്ട് പോകാൻ നിൽക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് നല്ലൊരു കാര്യമാണ് കാണിക്കുന്നത്. അങ്ങനെയുള്ള പരിപാടികൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും റിലേഷൻഷിപ്പിലോ ദാമ്പത്യമായിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നവർ, ഒരു പ്രണയ നിമിഷങ്ങൾ വരാനുള്ള ചാൻസുകൾ നല്ല രീതിക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു പ്രണയത്തിൻ്റെതായിട്ടുള്ള പരിപാടികൾ, പ്രണയം ആസ്വദിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ ഇതിലുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് പേര് ഈ ബ്ലാക്ക് മാജിക്കിന്റെ അകത്ത് മുങ്ങി നിൽക്കുന്ന ഒരവസ്ഥ ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ നല്ലതൊന്നും അനുഭവിക്കാൻ തടസ്സം ഉണ്ടാവും. പല നല്ല കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും തട്ടിത്തെറിച്ച് പോവും. അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ, നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ അനുഭവിക്കാനുള്ള യോഗം ഉണ്ടെങ്കിലും എന്താ പറയാ, ഇങ്ങനെയുള്ള പരിപാടികൾ ഉണ്ടെങ്കിൽ വീണ്ടും അത് നിങ്ങളുടെ മുന്നിൽ കാണൂല. ഇപ്പൊ നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ മറ്റുള്ളവര് നിങ്ങളെ ഒരു നെഗറ്റീവായിട്ടുള്ള ആളായിട്ട് കാണും. ഓപ്പോസിറ്റ് നിൽക്കുന്നവൻ ജയിക്കും, നിങ്ങൾ തോൽക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ബ്ലാക്ക് മാജിക് കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഉണ്ടാവും. കാരണം അതാണ് നിങ്ങളെക്കാളും മുമ്പിൽ തടസ്സമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. തർക്കങ്ങള് പരിപാടികളിൽ പോവാതിരിക്കുക. കാരണം തർക്കത്തിൽ നിങ്ങൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ട് മാത്രമല്ല, ഒരു
നിങ്ങൾക്ക് എല്ലാം ഓപ്പോസിറ്റ് ആയിട്ട് വരും. അതുകൊണ്ട് അതൊന്ന് മാറ്റുക. കുറച്ച് നാളത്തേക്ക് തർക്കത്തിൽ നിന്ന് ഒഴിഞ്ഞൊന്ന് നിൽക്കുക. ഇപ്പോൾ ദേഷ്യത്തിന്റെ കാര്യം ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. അതൊന്ന് നമ്മളൊന്ന് നോക്കുക കേട്ടോ. കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ തർക്കത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ തന്നെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ അകത്തോട്ട് തൽക്കാലം നമ്മൾ തലയിടണ്ട എന്ന് ഞാൻ പറയുന്നത്. അതൊരു ബുദ്ധിമുട്ടായി കാണും. കാരണം പലതിനും നിങ്ങളുടെ പല കാര്യങ്ങൾക്കും അതിനൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. കുറച്ച് നാളത്തേക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്ത് വെക്കുക. നമുക്ക് നോക്കാം. ഇത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. എൻ്റെ അമ്മോ. ഓക്കെ. ജീവിതത്തിൽ പുതിയ തുടക്കങ്ങൾ ഉണ്ടാവും. ഒരു വെളിച്ചം, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരു മാനം ഇരുണ്ട് മൂടി പോയിട്ടുണ്ടെങ്കിലും ആ ഒരു വെളിച്ചം വീണ്ടെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷെ വേറെ പല പരിപാടികളിലും പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മാനസികമായിട്ടുള്ള ഒരു വിമിഷ്ടം, മാനസികമായിട്ടുള്ള ഒരു ദാരിദ്ര്യം, കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവും. അപ്പൊ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അത് മാറിക്കോളും. ഒരു പുതിയൊരു തുടക്കം, പുതിയൊരു കാര്യങ്ങൾ, വീട്ടിലോട്ട് എന്തെങ്കിലും പുതിയ സാധനങ്ങൾ വാങ്ങിക്കുന്നത്, അത് ചിലപ്പോൾ വസ്ത്രങ്ങളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പുതിയ എന്തെങ്കിലും പരിപാടികളായിരിക്കാം, അല്ലെങ്കിൽ വീട് മാറുന്ന ഒരവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ വീടിന് എന്തെങ്കിലും പരിപാടികൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ പുതിയ പരിപാടികളിലോട്ടുള്ള ഒരു മാറ്റം, എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഒരു എന്താ പറയാ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും അത് ഒരെണ്ണം വാങ്ങിക്കേണ്ട ഇതിൽ നിങ്ങൾ 2, 3, 4 വാങ്ങിക്കുന്ന ഒരു സിറ്റുവേഷൻ, അതെന്തോ ആയിക്കോട്ടെ. അത് ചിലപ്പോൾ ഡ്രസ്സായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീട്ടിലുള്ള മറ്റുള്ളവർക്കായിരിക്കാം. എന്താണെന്നുണ്ടെങ്കിൽ അത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ വാങ്ങിക്കാനുള്ള പരിപാടികൾ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്ന പരിപാടി, കുടുംബത്തോടു കൂടിയുള്ള ഒരു സമയം കണ്ടെത്തുന്ന കാര്യങ്ങൾ, കുടുംബത്തോടു കൂടിയുള്ള യാത്ര, കുടുംബത്തോടു കൂടി ഒരു പരിപാടി, ഒരു നമ്മൾ ഇങ്ങനെ എന്താ പറയാ, സൊറ പറഞ്ഞിരിക്കുക എന്നൊക്കെ പറയില്ല, അതുപോലെ കുടുംബത്തോടു കൂടി നിങ്ങൾ സൊറ പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ റിലേറ്റീവ്സ്, അതന്നെ, ഒന്നല്ലെങ്കിൽ നിങ്ങൾ റിലേറ്റീവ്സിൻ്റെ കൂടെ, അല്ലെങ്കിൽ നിങ്ങൾ കുടുംബമായി കാണുന്ന ഫ്രണ്ട്സിൻ്റെ കൂടെ, കുടുംബമായിട്ട്, നമ്മൾ ചില ഫ്രണ്ട്സിനെ നമ്മളുടെ കുടുംബമായിട്ട് തന്നെ കാണും. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് ഒരു സൊറ പറഞ്ഞിരിക്കുന്ന, വിശേഷങ്ങളൊക്കെ പങ്കിടുന്ന, മണിക്കൂറുകളൊക്കെ ചെലവഴിക്കുന്ന, മനസ്സിന് സന്തോഷവും സമാധാനവും കണ്ടെത്തുന്ന പരിപാടികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഓക്കെ. എന്തായാലും നല്ല നല്ല കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഒരു മൂവ്മെന്റ് വരുത്തേണ്ടത് അത്യാവശ്യമാണ്. പല കാര്യങ്ങൾക്കും മൂവ്മെന്റ് വരുത്തുക. മൂവ്മെന്റ് വരുത്തിയില്ല എന്നുണ്ടെങ്കിലാണ് ഈ പറയുന്നത് പോലെ ഒന്നും എങ്ങൊന്നും എത്താതിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നമ്മൾക്ക് മാറ്റേണ്ട പരിപാടികൾ നമ്മൾ മാറ്റുക. ഇപ്പൊ റിലേഷൻഷിപ്പിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ തേടിപ്പിടിച്ച് പല കാര്യങ്ങളും വരുന്നുണ്ട്. ആ വരുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്ക് നല്ലതാണോ, നിങ്ങൾക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാകുമോ, അല്ല ഇനി നിങ്ങളോട് തർക്കത്തിന് വരുന്നതാണോ, ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഒന്ന് നോക്കുക. എന്തായാലും ലൈഫ് പുതിയൊരു തുടക്കത്തിലോട്ടും, പുതിയ ഒരു സന്ദർഭങ്ങളിലോട്ടും, പുതിയ വെളിച്ചങ്ങളിലോട്ടും, പുതിയൊരു അധ്യയന കാര്യങ്ങളിലോട്ടും നിങ്ങൾ തുടക്കം കുറിക്കാൻ പോകുന്നു. ഇനി നിങ്ങൾക്കുള്ള ഏഞ്ചൽസ് മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം.
നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഏഞ്ചൽസ് മെസ്സേജ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. യെസ്. ആ ഇതിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ വരുന്നത്. ഫ്രണ്ട്ഷിപ്പ് ആൻഡ് യൂണിയൻ. അതായത് നേരത്തെ പറഞ്ഞ പല ആളുകളായിട്ട്, ഇപ്പൊ ഫ്രണ്ട്സിനായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറയുന്നത് പോലെ കുടുംബത്തിനോടോ കൂടിയോ റിലേറ്റീവ്സിന്റെ കൂടെയോ ഇങ്ങനെ സൊറ പറഞ്ഞിരിക്കുന്ന വിശേഷങ്ങൾ പങ്കെടുക്കുന്ന കാര്യങ്ങൾ, പരിപാടികൾ, ക്ലിയർ, ക്യാൻസൽ ആൻഡ് റിലീസ്. അതായത് നമ്മൾ പല കാര്യങ്ങളും നമ്മൾക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് റിലീസ് ചെയ്യണം. അതിന് മൂവ്മെന്റ് വരുത്തുക. അല്ല നമ്മളത് തന്നെ ഇങ്ങനെ അതിൽ തന്നെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉരുകിത്തീരും എന്നല്ലാതെ അതിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടത് നമ്മളായിട്ട് തന്നെ ചെയ്യേണ്ടത് നമ്മളായിട്ട് തന്നെ ചെയ്യാം. ഓക്കെ. പവർ ആൻഡ് ഇന്റൻഷൻ, മദർ, ഫാദർ, ഗോഡ്, ജോയ് ആൻഡ് കണ്ടന്റ്മെന്റ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ചേഞ്ച്, നോ. ഈ അമ്മേനോടോ അച്ഛനോടോ എന്തെങ്കിലും വഴക്കിടുകയോ അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കുറച്ച് ആളുകൾ അങ്ങനെയുള്ള പരിപാടികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വീഡിയോ വാച്ച് ചെയ്യുന്ന കുറച്ച് ആളുകൾക്ക് അങ്ങനെയുള്ളൊരു പരിപാടി ഉണ്ട്. അപ്പം അതൊന്ന് നിങ്ങൾ അതൊന്ന് മാറ്റാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റുക. നല്ല 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 കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഓക്കെ. പിന്നെ ഈ സമാധാനം, സന്തോഷം, എന്തൊക്കെയോ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ, ലൈഫിൽ ഒരു ചേഞ്ച്, ഒരു ജോലിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും എന്തെങ്കിലും കാര്യത്തിലാണെന്നുണ്ടെങ്കിലും കൂടുതൽ ജോലി സംബന്ധമായോ ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നല്ല രീതിയിലുള്ള ചേഞ്ച് ഉണ്ടാകും. ഓക്കെ. അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. വേണ്ടാത്ത ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അത് ഏഞ്ചൽ പറയുന്നത് നോ എന്നാണ്. എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഒരു കാര്യം ഒന്ന് നോക്കുക. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് അതിൽ ബോധേഡായി അതിൻ്റെ അകത്ത് ഓവർ തിങ്ക് ചെയ്ത് മെന്റൽ പ്രഷർ കൂട്ടി അതിലൊരുപാട് ഡിപ്രഷൻ കയറി ഉരുകി തീർന്നിട്ട് യാതൊരുവിധ ഫലവും ഉണ്ടാവില്ല. നമ്മളായിട്ട് എഴുന്നേറ്റ് നമ്മളായിട്ട് മാറ്റേണ്ടത് നമ്മളായിട്ട് തന്നെ മാറ്റുക. നമ്മളെ വേദനിപ്പിച്ച സ്ഥലങ്ങളിൽ നിന്നും പതിയെ പതിയെ മൂവ് ഓണായി മാറുക. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ജീവിതത്തിൽ 100% നടക്കും. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ഉണ്ടാവട്ടെ. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.